പെട്ടെന്ന് കുളിപ്പിച്ച് പെട്ടെന്ന് വിടും. അയ്യോ ആയോ ഓ ഒന്ന് കുളിക്കുവാ പക തീരും കുറച്ച്. ഒന്നാണ്ട് 3 കുട്ടികളും കൂടെ. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാടുണ്ടായിരുന്നു, അത് പ്രസവിച്ച് 3 കുട്ടികൾ, പേരോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ 2-3 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാരണ ആട് പ്രസവിച്ച് കഴിഞ്ഞാൽ ആടിനെ കുളിപ്പിക്കും. പക്ഷേ ആടിനെ കുട്ടികളൊന്നും കുളിപ്പിക്കേണ്ട ചടങ്ങുണ്ട്. ചടങ്ങെന്നല്ല, അങ്ങനെ അത്യാവശ്യം പുറത്തുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഭൂമിയിൽ വന്നതിന് ശേഷം അവർ ആദ്യമായിട്ടൊന്ന് കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കാര്യങ്ങളും ചിലപ്പം കരയും, ചിലപ്പം കിടന്ന് ചാടും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. ഹലോ ഗൈസ്, കമോൺ. അമ്മ പുറത്തു പോവാ, വരുന്നോ? ഇതിൽ കിടക്കുവാന്നോ? എഴുന്നേര്, വാ 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 വാ, നീ എഴുന്നേക്കാം. അങ്ങനെ വാ, അമ്മയുടെ കൂടെ എല്ലാവരും പുറത്തോട്ട് വാ. വാ കുളിക്കണം വാ. 2 പേര് വരുന്നുണ്ട്. ഇറങ്ങി വാടി ഇങ്ങോട്ട്. പാല് കുടിക്കാനല്ല, ഓടി അവരാദ്യമായിട്ട് കേട്ടോ പുറത്തിറങ്ങുന്നേ. വന്നേ. ഓ, അവരവിടെ നിന്ന് നോക്കുവാണ് സംഭവം. അവർ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തോന്ന് അറിയത്തില്ല. ഓടിയാ നീ ഞാൻ ഇത് ഇങ്ങോട്ട് കെട്ടാം, കാരണം അവർക്ക് അറിയാൻ വയ്യ, തള്ള നോക്കുകയും ചെയ്യുന്നു. വൃത്തിയായിട്ട് നല്ല കുളിപ്പിക്കണം. പിന്നുള്ള കാലാവസ്ഥ ആ രീതിയിലായതുകൊണ്ടാണ് നമ്മൾ കുളിപ്പിക്കാഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഹലോ, 3 പേരെയും കൂടെ ഞാനിപ്പോൾ ഇനി എടുക്കും. ബാ ചക്കര പൊന്നാനി. ഈ സ്ഥലമൊക്കെ കണ്ടോ? അത്യാവശ്യം വെയിലൊക്കെ കൊള്ളു. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് കുളിപ്പിക്കാൻ നോക്കാം. വയോ ഓടിയോ. അവൻ മാത്രമേ വന്നോളൂ, അവരും വന്നില്ലല്ലേ. ഇടി അവരെ കൂടി ഇവിടെ വന്നാണ്ട് 3 കുട്ടികളും തള്ളയും കൂടെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അവർ എന്താണെന്ന് അറിയത്തില്ല. തള്ളയ്ക്ക് കുറേ നാളുണ്ട് പ്ലാവിലെയും അത്യാവശ്യം പിന്നെ അതും ഇതുമൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ല, ഇവിടെ നിർത്തിയേക്കാണ്. കാട്ടുതോലുകളാണ് പറിച്ചിരുന്നത്. അത് കണ്ട് തൻ്റെ കുട്ടികൾ ഏതാണ്ടൊക്കെ പറക്കി തിന്നാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇവരിപ്പോൾ ഏറ്റവും കൂടുതലും കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ണ് തിന്നും. മണ്ണ് തിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വിരശല്യം ഉണ്ടാവുകയും ചെയ്യും. ഈ ഭാഗത്തൊക്കെ രോമം പൊഴിയുകയും ചെയ്യും. പക്ഷേ ഈ ഭാഗത്തൊക്കെ താത്ത റോഡായതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം തള്ള ഇവിടെ നിന്ന് തിന്നട്ടെ, നമുക്ക് ഇവന്മാരെ ഓരോന്നിനും കുളുപ്പിക്കാം. കുറേ നാളകത്തായോണ്ടായെന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് ഇല്ല എന്താ ചക്കക്കൂട്ടാൻ കണ്ട അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ എന്ന് പറയുന്ന പോലെയാണ് സംഭവം. പുള്ളിക്കാർ നല്ല രീതിയിൽ തന്നെ പറിച്ച് തിന്നും കേട്ടോ. കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കല്ലും മണ്ണൊക്കെ വരെ തിന്നുക. അതാ മണ്ണ് തിന്നാൽ നിനക്ക് പ്രശ്നം ഉണ്ടാവും. ഈ 3 കുട്ടികൾക്ക് 3 പ്രത്യേകതയാണുള്ളത്. ഇവൻ എന്ന് പറയുമ്പോൾ ഒരു ജമുനാപ്പേരനൊക്കെയുള്ള ഒരു ചെവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു കരോളി ലുക്കാണ് കേട്ടോ. പെൺകുട്ടിയാണ്. ഇതുവരെ ഇതിൻ്റെ ചെവി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വളഞ്ഞിരിക്കുക, ഒരെണ്ണം തിരിഞ്ഞിരിക്കുക. പക്ഷെ നല്ല രസമുണ്ടാണ്. ഒരുമാതിരില്ലേ ഞുണുക്ക് കെട്ടി തൂക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇതൊരു കരോളി ഒരു രീതിയിലുള്ളൊരു ആട്ടിൻകുട്ടിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ മണ്ണ് തിന്നിട്ടില്ല. ഇന്ന് ഏതാണ്ടൊക്കെ വലിച്ചു പറഞ്ഞ് തിന്നിട്ടേ. മണ്ണിന് പകരം നിങ്ങൾ പുല്ല് തിന്നടേ. പിന്നെ നമ്മൾ പാല് കറക്കാത്തതുകൊണ്ട് തന്നെ 3 കുട്ടികൾ നല്ല രീതിയിൽ പാല് കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബോഡി ആ ഒരു ഇത് കാണും, നിങ്ങൾക്ക് മനസ്സിലാവും. ചിലതൊക്കെ ഇത് ഉണങ്ങി ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാല് കുടിച്ച് വളരുന്ന കുട്ടികൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും. ആ ചാറ്റ് ജനിച്ചിട്ട് കുളിക്കാൻ പോകുന്ന ഇവിടെ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കുളിപ്പിക്കാം. പിന്നെ സംഭവം ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നല്ല നിലവിളിയായിരിക്കും. നോക്കിക്കോണം, പലാന്ന് കിടന്ന് കരയും മോളേ. പിന്നെ ആട്ടിൻകുട്ടികളെ കുളിപ്പിക്കും വെയിലുള്ളപ്പോൾ മാത്രം കുളിപ്പിക്കുക, മഴയുള്ള സമയത്ത് കുളിപ്പിക്കരുത്, കിടുങ്ങനുണ്ടാവും. അതുപോലെ തോനെ നേരം വെള്ളത്തിൽ നിർത്താൻ ശ്രമിക്കണ്ട. പെട്ടെന്ന് കുളിപ്പിച്ച് പെട്ടെന്ന് വിടും. ഒന്നുമില്ല കഴിഞ്ഞോ. കഴിഞ്ഞ് ഇച്ചിരി ആയല്ലേ. മോളേ കഴിഞ്ഞടേ. ഒന്നുമില്ല. തലയൊക്കെ ലാസ്റ്റ് കുളിപ്പിച്ചാൽ കേട്ടോ. തല കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ചിലർ പറയും സോപ്പ് ഇട്ട് കൊടുന്നു. ഇതുവരെ ഞാൻ സോപ്പിട്ട് കുളിപ്പിച്ചിട്ട് ആളുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ പണ്ട് തൊട്ടേ ആളുകളെല്ലാം സോപ്പിട്ട് തന്നെ കുളിപ്പിക്കുന്നു. കരയല്ലേ ശരി കരിഞ്ഞരി പെണ്ണേ. ഞാൻ നേരത്തെ പറഞ്ഞ പെട്ടെന്ന് അരിക്കണം. കൂടുതൽ നേരം ഇവരെ തണുപ്പിക്കാൻ പാടില്ല. പിന്നെ ഇവർ വെയിലത്ത് നിന്ന് ശരീരം നല്ല വൃത്തിയായിട്ട് ഉണങ്ങുകയും വേണം. അതുപോലെ സോപ്പിൻ്റെ പതയും ശരീരത്ത് തോന്നി ഇരിക്കാനും പാടില്ല. കഴിഞ്ഞ് ഒന്നുമില്ലടി. തീർന്നു. സോപ്പിൻ്റെ പത അങ്ങ് പോയാൽ മതി. വിടാം പെണ്ണേ.
ഓ കഴിഞ്ഞ് ഓ മോളേ കഴിഞ്ഞു എന്നിട്ട് ഇനി തല കുളിപ്പിക്കുന്നുണ്ട്. ഈ 2 ചെവി ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പയ്യെ ഇങ്ങനെ തല കൊടുക്കുക. അയ്യോ സോപ്പ് ഇടണ്ട, കാരണം ചിലപ്പോൾ കണ്ണ് നീറും കേട്ടോ. നമ്മൾ കൈ കൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി കൊടുക്കുക. ചെവി വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ചെവി ഇങ്ങനെ പിടിച്ച് പതുക്കെ തല കുളിപ്പിക്കുക. കഴിഞ്ഞു ഓ കഴിഞ്ഞു. ഞാൻ ആശാത്തിയുടെ കുളി കഴിഞ്ഞു. നമുക്ക് ഇവിടെ അങ്ങ് കൊണ്ടുവിടാം. അതിനുശേഷം നമുക്ക് അടുത്ത ആളെ പൊക്കാം. നമ്മൾ അടുത്തതായിട്ട് ഒരു ആൺകുട്ടിയാണ് പിടിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും ചെവിക്ക് നീളമുള്ളതും തള്ളയുടെ നിറവുമായി കുറച്ച് സാദൃശ്യമുള്ളതായിട്ടുള്ളത് ഇവനാണ്. ഇവനിനി വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്തുവാണെന്ന് നോക്കാം. കരച്ചിലാണോ വീഴ്ചയിലാണോ, എന്തായാലും കരയാതിരിക്കത്തില്ല. ഒന്ന് നോക്കാം. യെസ് ബോസ്, യെസ് ബോസ്. കഴിഞ്ഞു. ഓ ഒന്ന് കുളിക്കുമോ, അപ്പം അങ്ങ് തീരും. കുറച്ച് നേരത്തെ പരിപാടി ഉള്ളത്. ഓ ഓ ഓ ഓ പേടിക്കണ്ട, ഇപ്പം തീരും. ഓ ഒന്നുമില്ല. അയ്യോ ഇത്തിരി സോപ്പും കൂടെ ഒക്കെ ഒന്ന് ഇട്ടാൽ മതി. ലാലോ ശേ അങ്ങനല്ലേ. അമര കണ്ണന് കുളിക്കണം, മെഡിമിക്സ് സോപ്പും കൂട്ടി കുളിക്കേ. ഓ എൻ്റെ തള്ളാർന്ന് അറിയുന്നത്. കൊണ്ടുതരാം. ഈ സോപ്പൊന്ന് ഇട്ടാൽ മതി കൊച്ചിന്. കഴിഞ്ഞു. ചിലരൊക്കെ കമൻറ്റ് ഇപ്പോഴേ കുളിപ്പിക്കുന്നത് ശരിയായില്ല ചേട്ടാന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളർത്തുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ആടുകളെ വീട്ടിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയൊക്കെ വളർത്തിയ രീതിയിലാണ് നമ്മൾ വന്നത്. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ കുളിപ്പിക്കണം, കാരണം നമ്മളെപ്പോഴും എടുക്കുകയും നമ്മുടെ കൂടി ഇരുത്തുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ചായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുന്നത്. കഴിഞ്ഞ് നമ്മളെപ്പോൾ കുളിപ്പിച്ചാലും സോപ്പ് അത് അവരുടെ ശരീരത്തിൽ നിന്ന് മൊത്തമായിട്ട് പോണു എന്നുള്ളത് കാര്യം ഒന്ന് ഉറപ്പുവരുത്തിയേക്കണേ. തല കുളിക്കണം ചെറുന്ന്. ഓ ഇല്ലടി. അയ്യോ ഇതിനൊക്കെ പിന്നെ ചെവി ഉള്ളത് കൊണ്ട് നമുക്ക് അടങ്ങി നനച്ചാൽ മതി, തോനെയൊന്നും ഇല്ല. കഴിഞ്ഞ്. ചെവി വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ആടുകൾക്ക് ചിലപ്പം ചെവിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തല ഇപ്പം വലുതായി കുളിപ്പിക്കേണ്ട, ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇവന് തന്നെ അങ്ങ് പോകുമെന്ന് നോക്കാം. അമ്മ എന്തി പോ, എവിടെ അമ്മ എന്തി? അമ്മ കിട്ടു തോണ്ടേ കാണാമയ്യേ, കണ്ടില്ല ഇതുവരെ. ബാബാ ഓടിയോ അങ്ങനെ ഇനിയുള്ളത് കണ്ട നമ്മുടെ കറമ്പ പട കഷ്ട. ഇപ്പം അങ്ങനെ കരയാറൊന്നുമില്ല, ഭയങ്കര കൂട്ടാണ് കേട്ടോ. മോനെ എൻ്റെ കണ്ണ് കണ്ടോ, ഒരു മരം നീല കണ്ണ് പോലിരിക്കും. രസത്തിൻ്റെ കണ്ണ് കാണാം. അതുപോലെ ഫുൾ കറുപ്പാണ്. ശരീരത്ത് വേറെ എങ്ങും തന്നെ ഒരു വൈറ്റോ ഒരു നര പോലും ഇല്ലാത്ത നല്ല സൂപ്പർ ചെറുക്കനാണ്. മോനെ കുളിക്കാൻ പാമ്പാ. നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇറങ്ങും മോനെ എൻ്റെ പൊന്നുമ്മൻ. ചാടിക്കോ ആണ്. നമ്മളങ്ങനെ കരച്ചിലും ഇല്ല, ഒരു കുഴപ്പമില്ല. മോനെ ഒരു കുഴപ്പമില്ല. നിന്നെ കണ്ടുപിടിക്കണം അവർ. ഒന്നുമില്ല, കഴിഞ്ഞു. നൈസ് കരച്ചിലുണ്ടോ? ബാക്കി 2 കിടന്ന് കീറിയത്. എൻ്റെ പക്ഷേ ഞങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. മിടുക്കൻ. പേടിക്കണ്ട ഇങ്ങോട്ട് പറഞ്ഞു. ഒന്നുമില്ല, കഴിഞ്ഞു. ഷോപ്പ് കൊടുത്താൽ നമ്മുടെ പരിപാടി അങ്ങ് തീരുന്നതാ. ബാബൂ ചെറുതായിരുന്നു ഷോപ്പ് വന്നിട്ട് നമ്മുടെ ഈ അഴുക്കൊക്കെ ഒന്ന് പോകുമ്പോൾ കഴിഞ്ഞു. നീ എന്താ കരയാത്ത? പേടിയൊന്നും ഇല്ലയോ? നീ കഴിഞ്ഞ ജന്മത്തിലെങ്ങാണ് ഇനി ഭൂമി വന്നിട്ട് അങ്ങനെ പോയാണ്. പൊതുവെ ആടുകൾക്ക് കുളിക്കുന്നത് വലിയ ഇഷ്ടമില്ല. കഴിഞ്ഞു. എൻ്റെ ചിരിയില്ല. കഴിഞ്ഞടാ. സോപ്പ് അതൊക്കെ ഇച്ചിരി കൂടെ ഉണ്ട്. അതുകൊണ്ടൊന്ന് പോയാൽ മോൻ സൂപ്പറായി. മോൻ എടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത്.
ചെവി ചെവി ചെവി. ഓ ഏ ഓക്കെ 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 ഓക്കെ. മെടുക്കാൻ എന്താ ഓക്കെ. ഇനി നമുക്ക് ഈ തള്ളയോടെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം കൊണ്ടങ്ങ് കരയ്ക്ക് പോവാം. മുള്ളേ കുളിക്കണ്ടേ നമുക്ക്? ഓ വെരി ഗുഡ്. പറഞ്ഞാൽ അതുപോലെ ചെയ്യും കേട്ടോ. പുള്ളിക്കാരി കുളിക്കുന്ന അത്ര ഇഷ്ടമല്ല, എന്നാലും നമ്മൾ വലിച്ചിറക്കും. കുഞ്ഞുങ്ങളെ നമുക്ക് ഈ വാതിക്കലോട് നിർത്താം. ബാ ബാ ബാ. കുഞ്ഞുങ്ങൾ വരുന്നില്ലയോ? ബാ, അമ്മ കണ്ട പോന്നു. അവിടേക്ക് വന്നോ? പാടി കുളിച്ചിടിഞ്ഞ് വരാം. ഇപ്പം ഇഞ്ഞ് വരാന്ന് മസിൽ പിടിക്കല്. ബാ ബാ ബാ. അയ്യോ ഒന്നുമില്ല കഴിഞ്ഞ്. ഇവിടെ വെയിൽ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിന്നോളൂല്ലേ. ഓ അവിടെ നില്ലേ, നമുക്ക് കുളിക്കാം. തൊട്ടി എടുത്തോണ്ടോന്നില്ല, തൊട്ടി എടുത്തോണ്ടേ കുളിക്കാം. ഓ അതിന് പിന്നെ കുളിച്ച് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ട് സോപ്പിൽ കുളിക്കണം, കാരണം ഇവിടെ നല്ല വൃത്തിയായിട്ടൊന്ന് കുളിപ്പിച്ചില്ല പിന്നെ ഇതുവരെ. അതെന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. പേടിച്ചോ? വണ്ടിന് പക്ഷേ വലിയ ഞാൻ ചേച്ചി ചിലപ്പോൾ ഓടിയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, അവിടെ ഇപ്പം നേരം തീർന്ന് അമ്മയുടെ തലയും കൂടെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി. കഴിയാറായി. കുളിയെല്ലാം കഴിഞ്ഞ് മിക്കവാറും കയറുമ്പോഴേ അതിന് ആദ്യം വേണ്ടത് പാലായിരിക്കും. വണ്ടി വരുന്നുണ്ട്, ചിലപ്പോൾ കൊച്ചുങ്ങൾ പേടിക്കുവേ. വണ്ടി വരുന്നത് കണ്ടോ, കൊച്ചുങ്ങൾ പേടിക്കും. ആ അമ്മ ഇവരെ കൂടെ കയറി വരുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. ബാ ഓടിയോ? ബാ, അമ്മ കണ്ട പോന്ന്. പാടി അവിടെ നിന്ന് ഞങ്ങൾ കയറി പോവാ. ബാ പയ്യെ വാ. ഞങ്ങൾ ഇങ്ങനെ പോവാന്നേ, കണ്ടില്ലയോ? കണ്ടേ വാ ഇനി പാടാ. ആ വാ ഓടിയോ? വാ അവരാദ്യമായിട്ടല്ലേ പുറത്ത്, അപ്പോൾ അതിൻ്റെതായിട്ടൊരു ഇതുണ്ട് കേട്ടോ. വാ അങ്ങനെ ഹരിമാമൻ വഴി തെളിക്കുകയാണ് നമ്മുടെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. വഴി കണ്ടറിഞ്ഞ് നടന്ന് ചിന്തിച്ച് എടുത്തൊക്കെ വരികയാണ്, അങ്ങോട്ട് വരികയാണ്. ഓടിയോ. ആ നിങ്ങളിവിടെ നിന്നോ, അമ്മ എന്തെങ്കിലുമൊക്കെ പറിച്ചു തിന്നട്ടെ. അപ്പോൾ എന്തായാലും കുറേ പ്രസവിച്ച് ഇത്രയും ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ തള്ളയും കുട്ടികളെയും പുറത്തിറക്കുന്നത്. മഴയായതുകൊണ്ടും പിന്നെ പട്ടിശല്യം കൂടുതലാണ്, ചിലപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങും പോകണ്ട. അപ്പോൾ അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിച്ചതുകൊണ്ട് തന്നെ ഇവരെ ഇപ്പോഴേ തണലത്ത് കെട്ടാൻ പറ്റത്തില്ല. ഇവർ അത്യാവശ്യം ചൂട് തന്നെ നിൽക്കട്ടെ, ബോഡിയൊക്കെ ഒന്ന് ഇതാവട്ടെ. ഇവക്കാണെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം പറിച്ച് ഞാനൊക്കെ ഉണ്ട്, ഉള്ളത് പറിച്ച് നിന്നോട്ടെ. തൊണ്ടയ്ക്ക് തൂറ്റി. അപ്പോൾ എന്തായാലും കുറേ കമൻറ്റിലുണ്ടായിരുന്നു ആടിൻ്റെയും കുട്ടികളുടെയും വിശേഷം ചെയ്യുക എന്നുള്ളത്. ഇതാണ് ആ വീഡിയോ. പിന്നെ ഇഷ്ടംപോലെ കമൻറ്റിൽ വന്നു, ഞാൻ വായിച്ചതാണ്. ഞാൻ പേര് ഇതുവരെ ഇട്ടിട്ടില്ല, കാരണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒരു ചെറിയൊരു മണി, പിന്നെ എന്താ പറയുക, കൊച്ചൊരു തുണി, അല്ല മണി, ആ തുണി അതൊക്കെ ഇട്ട് ചെറിയ ഒരു 3 മണിയൊക്കെ ഇവർക്ക് ഇട്ട് കൊടുത്ത് തലയുടെ കയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം. അതുപോലെ തന്നെ നമ്മുടെ രാജയുടെ മൂക്കയർ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്, അതിന് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അത്യാവശ്യം ഇപ്പോൾ ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ വയലൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ 3 പേർക്കും പറ്റിയ ഒരു പേര് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എന്താ പറയുക, വേറൊന്നുമില്ല, പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.